നമ്മളെ നാട്ടിലത്തെ പള്ളിക്കൊന്ന് മഗ്‌രിബ് നിസ്കരിച്ച് കുറച്ച് നേരം ചെക്കന്മാരുടെ വർത്താനം പറഞ്ഞിട്ട് പെരീക്ക് എത്തിയിട്ട് നേരെ ഒറ്റ മൈൻഡിൽ ജിമ്മിക്കാണ് വണ്ടി. അങ്ങനെ ജിമ്മത്തെ നല്ലൊരു കഠോരമായ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ ചെക്കന്മാരുടെ അടുത്ത് തന്നെ പോയി. അവൻ്റെ പെരി എത്തിയപ്പോൾ ഫുഡുകൾ നോക്കി നല്ല നാടൻ ചീനമുളക് സുർക്കിയിലിട്ടത്, നല്ല അച്ചാറ്, ബീഫ് വരട്ടിയത്, കൂർക്കൊപ്പേരും, പിന്നെ അത് നല്ലൊരു കറി. ഇത് കഴിക്കാൻ ഒരു പ്രത്യേക വഴി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ചോറുക്ക കറി എടുക്കുക, പിന്നെ അതിന്റെ മേലക്ക് കൂർക്കൊപ്പേരി ഇടുക, എന്നിട്ട് അത് കുഴച്ച ശേഷം കുറച്ച് അച്ചാറും മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ആ ബീഫ് വരട്ടിയത് അതിന്റെ മേലക്ക് വെച്ചിട്ട് നേരെ തൊള്ളിക്കാണ്ട്, എന്നിട്ട് അത് പള്ളിക്ക് ഇറങ്ങുന്ന മുമ്പ് ഒരു ചീനമുളക് എടുത്ത് തൊള്ളിക്കൊണ്ട് സ്വർഗ്ഗം കാണും മക്കളെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തിന്ന വാർത്ത നമ്മൾ തന്നെ കേക്ക് വെക്കുക. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം, നമ്മൾ പഠിക്കാതിരിക്കണം മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഐപാഡ്, വയേർഡ് ഇയർഫോൺ, പിന്നെ ബ്ലൂടൂത്ത് ഇയർഫോൺ, കുടിക്കാൻ വെള്ളം, പിന്നെ അത് വെറുതെ ഒരു രസത്തിന് ഒരു തൊപ്പി, പിന്നെ അത് ഒരു നോട്ട് പാഡ്, അതിൽ എഴുതാൻ പെന്ന്, പിന്നെ സ്ക്രീനിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു കണ്ണട, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഇങ്ങനെ നിൽക്കിയാൽ ഒച്ച ഉണ്ടാക്കി മേലേക്ക് പൊന്തുന്ന പി ഇതൊന്നും പുച്ചി കണ്ടിട്ടോ, ഇതിന്റെ ആവശ്യം നമുക്ക് മെല്ലെ മനസ്സിലായിക്കോളും. അങ്ങനെ ബിസ്മിൻ ചൊല്ലി നമ്മളോട് പഠിച്ചായിരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിലായിട്ടും പല ആംഗിളിലൊക്കെ ആയിട്ട് ഇരുന്ന് പഠിക്കണം. ഇടക്ക് കോട്ടായൊക്കെ ഇടുന്നു കേട്ടോ, പക്ഷെ അതൊന്നും മൈൻഡ് ആക്കാതെ പഠിച്ച് അങ്ങനെ അവസാന സമയം നോക്കിയപ്പോൾ 4 മണി. കണ്ണും മോറൊക്കെ അത് എങ്ങനെ ആയിക്കണു. ബട്ട് നമ്മളെല്ലാ സാഹചര്യങ്ങളും ചിരിച്ച് നേരിടണം. ഞാൻ എനിക്ക് നല്ലോണം പൈച്ചിന്നിട്ട് അതുകൊണ്ട് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടകൾ വരിയായിട്ടൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ എടുത്താണ്ട് അരിയണം. അതിന്റെ അടി കൂടി ഈ നട്ടപ്പാതിരൊക്കെ ഒറ്റക്ക് ഇങ്ങനെ ഉള്ളി വരുമ്പോൾ എന്റെ മനസ്സിനോട് ഇങ്ങനെ ചോദിക്കുകയും, അല്ല ചങ്ങായി നല്ല പ്രായമായില്ല, ഇങ്ങനെ ഒറ്റക്കൊക്കെ ഇരുന്ന് ഉള്ളി എറിഞ്ഞാൽ മതിയോ, ആരേലൊക്കെ ഒപ്പം വേണ്ടേ? അപ്പൊ എന്റെ ഹൃദയം തിരിച്ച് മനസ്സിനോട് പറഞ്ഞു, എനിക്കിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സാം വരുന്നുണ്ടല്ലോ, അത് എഴുതാൻ ഒറ്റക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ തൽക്കാലം ഇപ്പൊ എന്റെ കുട്ടി ഒറ്റക്ക് മുട്ട പിടിച്ചാൽ മതി കേട്ടോ. എന്ത് ക്രൂവല് റിപ്ലൈ ആണല്ലേ. യോഗല്ലേ മണിയെ, തൽക്കാലം ഇപ്പൊ ആ മുട്ട ഒറ്റക്കാണ് തിന്നാളി. ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒറ്റ ഇരിപ്പിൽ തന്നെ ഒക്കാണ്ട് തിന്നയിച്ചു. പിന്നെ അങ്ങനെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി വെറുതെ ഐപാഡിൽ ഇങ്ങനെ തോണ്ടിയിരുന്നു. ഈ ചിരിച്ചണത് ഫേക്ക് ആണ് കേട്ടോ, ഞാൻ വ്ളോഗിന് വേണ്ടി അഭിനയിക്കുകയാണ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് റിലാക്സേഷൻ. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സ്റ്റഡി സെഷനും കൂടെ ഇരുന്നു കേട്ടോ. അപ്പോൾ സുബൈ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ പഠിത്തമൊക്കെ നിർത്തി നേരെ പനപ്പം പള്ളിയിൽ പോയി. എന്നിട്ട് നിസ്കരിച്ച് തിരിച്ചു വന്നപ്പോൾ അതപ്പം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരുന്നത്. എന്നിട്ട് ആ നല്ല ചൂട് ചപ്പാത്തി ഒക്കെ തിന്നു കിടന്നുറങ്ങി.